എല്ലാവർക്കും നമസ്കാരം. നോ ദ ബൈബിൾ എന്ന് പറയുന്ന ഒരു എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച് നിർത്തിയത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ സംസാരിച്ച് നിർത്തിയ ഭാഗം എന്ന് പറയുന്നത് ഏലിയാവിൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഇരട്ടി അഭിഷേകം എലീഷയ്ക്ക് വേണമെന്ന് പറയുകയും അങ്ങനെ എലീഷയ്ക്ക് ആ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നത് വരെ നമ്മൾ സംസാരിച്ച് നിർത്തിയല്ലേ. ഇരട്ടി അഭിഷേകത്തിൻ്റെ പങ്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് നിർത്തിയത്. അതിനുശേഷം നമ്മൾക്കറിയാം രണ്ടാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ എലീഷ വീണ്ടും എന്താണ് ഏലിയാവില്ലാതെ എലീഷയുടെ ആ ഒരു ശുശ്രൂഷയുടെ കാലഘട്ടം ആരംഭിക്കുകയാണ് അല്ലേ. അപ്പോൾ എലീഷയുടെ അടുത്ത് വന്നിട്ട് പ്രവാചക ശിഷ്യന്മാർ വന്നിട്ട് പറയുകയാണ്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പൊക്കെ മനോഹരമാണ്, എന്നാൽ ഇവിടുത്തെ വെള്ളം എന്താണ്, അത് ഗർഭനാശമാണ്, അത് പഥ്യമല്ല, അത് കുടിക്കാൻ പറ്റാത്ത വെള്ളമാണെന്ന് പറഞ്ഞു. അപ്പോൾ എലീഷ എന്ത് ചെയ്തു? എലീഷ അവിടെ ആ വെള്ളത്തെ പഥ്യമാക്കി കൊടുത്തത് നമ്മൾക്ക് രണ്ടാമത്തെ അധ്യായത്തിനകത്ത് കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി അതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മുടെ ഇസ്രായേൽ രാജാവും അഹാബിൻ്റെ മകനായ ഇസ്രായേൽ രാജാവും യഹോഷഫാത്ത് എന്ന് പറയുന്ന യഹൂദ രാജാവും ഏദോം രാജാവും കൂടെ ഇവർ മൂന്ന് പേരും കൂടി ആർക്കെതിരെ യുദ്ധത്തിന് പോകുക? മൊവാബിയർക്കെതിരെ യുദ്ധത്തിന് പോകുക. അപ്പോൾ യുദ്ധത്തിന് അങ്ങ് പോയി കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വെള്ളമില്ല, ഇവരുടെ മൃഗവാഹനങ്ങൾക്കൊന്നും വെള്ളമില്ല, ഇവർക്ക് കുടിക്കാനും ഒന്നും വെള്ളമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്താണ് ഈ യഹോഷഫാത്ത്, അതായത് നമ്മുടെ യഹൂദ രാജാവിന് ഒരു സംശയം. പുള്ളി ചോദിച്ചു, നമ്മൾക്ക് യഹോവയുടെ പ്രവാചകന്മാരോടൊന്ന് ആലോചന ചോദിച്ചിട്ട് മുൻപോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിൽ യഹോവയാം ദൈവത്തിൻ്റെ പ്രവാചകന്മാരല്ലാത്ത പ്രവാചകന്മാരുണ്ട്. പക്ഷേ ഇവിടെ യഹോഷഫാത്ത് പറഞ്ഞു, യഹോവയാം ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ആരുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവിടെ എലീഷ ഉണ്ട് എന്നുള്ള അറിവ് കിട്ടുകയും എലീഷയുടെ അടുത്തോട്ട് ഇവർ പോവുകയും ചെയ്യുകയാണ്. അന്നേരമാണ് അവിടെ എലീഷ പറയുകയാണ്, ഞാൻ ഇസ്രായേൽ രാജാവിനെയും കൂട്ടത്തിലുള്ള ഏതോ രാജാവിനെ ഒന്നും നോക്കിയിട്ടല്ല, യഹൂദ രാജാവായ യഹോഷഫാത്തിനെ വിചാരിച്ചിട്ട് മാത്രം ഞാൻ യഹോവയാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആലോചന പറയുകയും ചെയ്യാം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്, ബാക്കിയുള്ളവരൊന്നും യഹോവയാം ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നവരല്ല. എന്നാൽ യഹോഷഫാത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, പുള്ളിയുടെ മേലൊരു പിന്തുടർച്ചാവകാശം അല്ലെങ്കിൽ പിന്തുടർച്ചാ അഭിഷേകം അനുഗ്രഹം വീണിട്ടുണ്ട്. ആരോട് പറഞ്ഞതാ? ദാവീദിനോട് പറഞ്ഞതല്ലേ. അപ്പോൾ അതുകൊണ്ട് യഹോഷഫാത്തിനെ വിചാരിച്ചിട്ട് ഞാൻ യഹോവയാം ദൈവത്തോട് ആലോചന ചോദിച്ച് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് യഹോവയാം ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചു. എന്താ അരുളപ്പാട് അറിയിച്ചേ? ഇവരെന്തിനാ പോയ? ഇവർക്ക് വെള്ളമില്ലല്ലേ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ താഴ്വരയിൽ നിങ്ങൾ അനേകം കുഴികളെ കുഴിക്കുക. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ താഴ്വരയെ ദൈവം എന്ത് ചെയ്യും? അതിനെ വെള്ളം കൊണ്ട് നിറയ്ക്കും. എന്നിട്ടോ നിങ്ങൾക്കും നിങ്ങളുടെ മൃഗവാഹനങ്ങൾക്കും ആടുമാടുകൾക്കും കുടിക്കത്തക്കവണ്ണം ആ താഴ്വര എന്തുകൊണ്ട് നിറയും? വെള്ളം കൊണ്ട് നിറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു, അവിടെ അങ്ങനെ തന്നെ സംഭവിച്ചു അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. അല്ലെങ്കിൽ മഴ പെയ്തിട്ട് ഞങ്ങൾ കുഴി കുത്താമെന്നല്ല അവർ പറഞ്ഞത്. അവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം കുഴി കുത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് നിറയും? വെള്ളം നിറയും. ഇവർ കുഴി കുത്താതിരുന്നെങ്കിലോ വെള്ളം നിറയത്തില്ല. അപ്പോൾ യഹോവയാം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഇവരെന്ത് ചെയ്തു? അവിടെ താഴ്വരയിൽ അനേകം കുഴികളെ കുഴിച്ചു. ആ കുഴികളിലെല്ലാം ദൈവം എന്ത് ചെയ്തു? വെള്ളം നിറച്ചു കൊടുക്കുവാനായിട്ടിടയായി. ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് അല്ലേ. ഇനി യാക്കോബിൻ്റെ ലേഖനത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെയും നമ്മൾക്ക് കാണാം, വിശ്വാസമില്ലാത്ത പ്രവൃത്തികളെയൊക്കെ നിർജീവമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. വിശ്വാസത്തിന് എന്തുണ്ടാകണം? പ്രവൃത്തി ഉണ്ടാകണം. നമ്മൾ വിശ്വാസം പറഞ്ഞാൽ മാത്രം പോരാ, അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയും കൂടെ വേണം. എന്നാലേ അതിനെന്തുള്ളൂ? ആ വിശ്വാസത്തിന് ഒരു അർത്ഥമുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രവൃത്തിയിലും കൂടെ കൊണ്ടുവരേണ്ടതാണ് എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം എന്താണ്? അതിനുശേഷം നാലാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ പ്രവാചക ശിഷ്യന്മാരുടെ ഒരു പ്രവാചക ശിഷ്യൻ്റെ ഒരു ഭാര്യ വന്നിട്ട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് പുള്ളി മരിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് ബാക്കി വെച്ചിട്ട് പോയത് എന്താ? കുറേ കടം മാത്രമാണ് വെച്ചിട്ട് പോയത്. അപ്പോൾ ഈ കടക്കാർ വന്നിട്ട് എൻ്റെ പിള്ളേരെയും കൂടെ പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് നോക്കുക, അതുകൊണ്ട് അങ്ങ് സഹായിക്കണമെന്ന് ആരുടെ അടുത്ത് വന്ന് പറഞ്ഞു? ഈ പ്രവാചകനായ എലീഷയുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ എലീഷ അവിടെ എന്താ ചെയ്തതെന്ന് അറിയുമ്പോൾ അവളോട് ചോദിച്ചു, നിൻ്റെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്ത് പറഞ്ഞു, ഇച്ചിരി എണ്ണയേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ എലീഷ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നിൻ്റെ അവിടെയുള്ള പാത്രങ്ങളെല്ലാം നിറച്ച് അയൽവക്കക്കാരുടെ അടുത്ത് നിന്നൊക്കെ മേടിച്ചിട്ട് ആ പാത്രങ്ങളെല്ലാം എന്താ പറയുക, നീ റെഡിയാക്കി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നീ അകത്ത് കയറി കടച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ എണ്ണയൊക്കെ അങ്ങ് പകർന്നോളാൻ പറഞ്ഞു അല്ലേ. എന്നിട്ട് ഈ എണ്ണ എല്ലാ പാത്രങ്ങളിലോട്ടും പകർന്നു കഴിഞ്ഞപ്പോൾ എന്താണ്? അവൾക്ക് ആവശ്യത്തിലധികം കിട്ടിയല്ലേ. എന്നിട്ട് അവൾക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞപ്പോഴാണ് എണ്ണയുടെ വരവ് നിന്നത്. പാത്രങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് എണ്ണയുടെ വരവ് നിന്നതല്ലേ. എന്നിട്ട് ആ എണ്ണ കൊണ്ട് അവൾ ഉപജീവനം കഴിച്ചതൊക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതാരായിരുന്നു? പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയായിരുന്നു അല്ലേ.
അപ്പോൾ ഈ പ്രവാചക ശിഷ്യൻ ബാക്കി വെച്ചിട്ട് പോയത് എന്താണ്? കുറേ കടമാണ് ബാക്കി വെച്ചിട്ട് പോയത്. അപ്പോൾ അത് ഏലീഷയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഏലീഷ എന്താ ചെയ്തത്? അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുവാനായിട്ടിടയായി അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരുടെ സഹശുശ്രൂഷകന്മാരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ശുശ്രൂഷകന്മാരൊക്കെ വളർന്നു പോകുന്നു, സഹശുശ്രൂഷകന്മാരൊക്കെ ഇങ്ങനെ തകർന്ന് കിടക്കുന്ന അവസ്ഥകളാണ് കാണുന്നത്. എന്നാൽ അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഈ വലിയ പ്രവാചകന്മാർക്കുണ്ട്, അല്ലെങ്കിൽ സഹശുശ്രൂഷകന്മാരെ എന്താ പറയുക സഹായിക്കേണ്ട ഒരു മനസ്ഥിതി ആർക്കുണ്ടാകണം? ആയിട്ടിരിക്കുന്നവർക്കുണ്ടാകണം. അതുകൂടാതെ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരങ്ങളെയൊക്കെ സഹായിക്കുവാനുള്ളൊരു മനസ്സ് ആർക്കുണ്ടാകണം? നമ്മൾക്കുണ്ടാകണം എന്നുള്ളതും കൂടെ ഇതിനകത്തുനിന്ന് നമ്മൾക്ക് തരുന്ന ഒരു പാഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ആ 4-ാമത്തെ അധ്യായത്തിനകത്തോട്ട് തന്നെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ? അവിടെ എന്താ കാണുവാനായിട്ട് കഴിയുന്നത്? അവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ക്ഷാമമാണ് അല്ലേ? ക്ഷാമം വന്നപ്പോൾ അവിടെ എന്താണ്? അപ്പം വർദ്ധിപ്പിക്കുന്നത് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. യേശുക്രിസ്തുവിനെ പോലെ അവിടെ ആരാണ്? നമ്മുടെ ഏലീഷയിലൂടെയും ദൈവം എന്താണ് അപ്പം വർദ്ധിപ്പിച്ച ഒരു ചരിത്രം നമ്മൾക്കവിടെ യവത്തപ്പവും മലരും ഒക്കെ ഇങ്ങനെ വർദ്ധിപ്പിച്ച ചരിത്രം നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതും 4-ാമത്തെ ഇതിനകത്തോട്ട് തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾക്ക് നമ്മുടെ 4-ാമത്തെ അധ്യായത്തിനകത്തോട്ട് തന്നെ നമ്മൾക്ക് മറ്റൊരു കാര്യം കൂടി കാണുവാനായിട്ട് കഴിയും. അവിടെ എന്താണെന്നറിയാമോ? ഒരു ശൂനേംകാരത്തിനെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ശൂനേംകാരത്തിനെ സംബന്ധിച്ചിടത്തോളം ഏലീഷ പ്രവാചകൻ അതിലെ പോകുമ്പോഴൊക്കെ ഇവിടെ എന്താണ് കാണും. എന്നിട്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഭവനത്തിനകത്തൊരു വിശ്രമമുറിയും ഒക്കെ ഒരുക്കി പുള്ളിനെ ഒന്ന് സൽക്കരിക്കുവാനൊക്കെ ആര് തയ്യാറായി? ശൂനേംകാരത്തെ തയ്യാറായി. പക്ഷേ പുള്ളിക്കാരത്തെ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അല്ലേ? പുള്ളിക്കാരത്തെ ഒന്നും പ്രതീക്ഷിച്ചില്ല. പുള്ളിക്കാരത്തിയായിട്ട് ഏലീഷയുടെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. പുള്ളിക്കാരത്തെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ദൈവപുരുഷനാണെന്ന് അറിഞ്ഞിട്ട് പുള്ളിക്കാരത്തി എന്താണ് ആ ദൈവപുരുഷനെ വീട്ടിൽ സ്വീകരിക്കുവാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും ഒരു മുറി ഒരുക്കുവാനും ഒക്കെ ആര് തയ്യാറായി? ഈ ശൂനേംകാരത്തെ തയ്യാറായി. പിന്നെ ഈ ശൂനേംകാരത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുക, അവൾ ഭയങ്കര ധനികയാണ്. എന്നിട്ട് ഈ ധനികയായ സ്ത്രീയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, തൻ്റെ ബാലിക്കാരനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇവള് നമ്മളെ സഹായിച്ചല്ലോ, അപ്പോൾ അവൾക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഈ എന്താ പറയുക, ഈ കൂട്ടത്തിലുള്ള നമ്മുടെ ഏലീഷ പ്രവാചകൻ്റെ ശിഷ്യൻ എന്ത് മനസ്സിലാക്കി? അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലേ? മനസ്സിലാക്കിയിട്ട് ഏലീഷയുടെ അടുത്ത് പറഞ്ഞു, അവർക്ക് എന്തില്ല, പിള്ളേരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏലീഷ പ്രവാചകൻ പറഞ്ഞു, നിനക്കൊരു കുഞ്ഞ് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു കുഞ്ഞിനെ മാറോട് അണയ്ക്കുമെന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ടൊരു കുഞ്ഞിനെ ലഭിച്ചു, നമ്മൾക്കറിയാം അത്. അതിനുശേഷം എന്താണ്? ആ കുഞ്ഞ് മരണപ്പെട്ടു പോയി അല്ലേ? മരണപ്പെട്ടു പോയപ്പോൾ വീണ്ടും അവിടെ എന്താണ്? ശൂന്യംകാരത്തി ആരുടെ അടുത്തോട്ട് ഓടിച്ചെന്നു? ഏലീഷ പ്രവാചകൻ്റെ അടുത്തിട്ട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് കുഞ്ഞിനെ ചോദിച്ചൊന്നുമില്ല, നീ ഇങ്ങോട്ട് തന്നതാ, ഈ ഒരു ദുഃഖം എനിക്ക് തരാനാണോ കുഞ്ഞിനെ തന്നതെന്നൊക്കെ ചോദിച്ച് പതക്കവും പരാതിയും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഏലീഷ പ്രവാചകൻ തന്നെ അവിടെ ചെന്ന് ആ കുഞ്ഞിനെ ജീവൻ പ്രാപിച്ചു കൊടുപ്പിക്കുന്നതൊക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിലൂടെ ദൈവം നമ്മൾക്ക് തരുന്ന ഒരു പാഠം എന്താണ്? ജീവൻ കൊടുക്കാനും എടുക്കാനും ഒക്കെയുള്ള ഒരു അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്? അത് യഹോവയാം ദൈവത്തിൽ, നമ്മളുടെ ദൈവത്തിൻ്റെ കരത്തിലാണ് ജീവൻ കൊടുക്കാനും എടുക്കാനുമുള്ള അധികാരം ഉള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇത് ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഇത് തിരിച്ചറിയേണ്ടത്? ജീവൻ കൊടുക്കുവാനും എടുക്കുവാനുമുള്ള അധികാരം ആർക്കാണ് ഉള്ളത്? ദൈവത്തിനാണ് ഉള്ളത്. അതുകൊണ്ട് എന്താണ്, നമ്മൾ പിശാച് നമ്മളുടെ ജീവനെ എടുക്കുന്ന വിധത്തിലോട്ട് പിശാചിൻ്റെ കയ്യിലെ കളിപ്പാവകളാകുവാൻ നമ്മൾ ഒരിക്കലും നിന്നു കൊടുക്കരുത്. ഇനി അടുത്തത് എന്താണ്? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങയുടെ സമയത്തല്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവനെ പിശാച് തൊടുവാൻ അവിടുന്ന് അനുവദിക്കരുത് എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും തയ്യാറാക്കണം. കാരണം എന്താണ്? ജീവൻ കൊടുക്കുവാനും എടുക്കുവാനും അധികാരം ആർക്കാണ് ഉള്ളത്? ദൈവത്തിന് അധികാരം. അതിൻ്റെ അധികാരസ്ഥൻ ആരാണ്? ദൈവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതിനകത്ത് വളരെ ആവശ്യമാണ്. അതാണ് അതിലൂടെ നമ്മൾക്ക് തരുന്ന ഒരു പാഠം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് 5-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്ക് കാണുന്നത് ഏലീഷയിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ഒരു പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നെ നയമാൻ അല്ലേ? നയമാൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കുഷ്ഠം സൗഖ്യമായതൊക്കെ നമ്മൾക്ക് അവിടെ 5-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ കാണുവാനായിട്ട് കഴിഞ്ഞു. പിന്നെ എന്താണ്? 6-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ വീണ്ടും പ്രവാചക ശിഷ്യന്മാർ വന്നിട്ട് പറയുവാണ്, ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം ഭയങ്കര ഇടുക്കമാണ്, അതുകൊണ്ട് കുറച്ചും കൂടെ നല്ലൊരു വിശാലമായ സ്ഥലം ഉണ്ടാക്കുവാൻ എന്താ പറയുക ഒരു അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ എന്താണ്? ഏലീഷ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മരം വെട്ടിക്കോളാൻ പറഞ്ഞപ്പോൾ ഇവർ മരം വെട്ടാൻ പോയപ്പോൾ എന്താണ്? അതിലൊരാൾ ഒരു കടം മേടിച്ച കോടാലിയായിരുന്നു. അത് എന്താണ്? അത് വെള്ളത്തിൽ വീണുപോയി. അപ്പോൾ പ്രവാചകൻ എന്താണ്? ഒരു കമ്പ് വെട്ടിയിട്ട് കൊടുത്ത് അത് അവർക്ക് കണ്ടു കെട്ടി കൊടുക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ,
അപ്പോൾ ഇനി അടുത്തത് എന്താണ്? അടുത്തത് അവിടെ നമ്മൾക്ക് വേറൊരു വലിയ കാര്യം കാണുവാനായിട്ട് കഴിഞ്ഞു. അവിടെ എന്താണെന്നറിയാമോ? ഈ അരാം രാജാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എന്താണ്? ആ വ്യക്തി ഇസ്രായേലിനെതിരെ എന്താണ് ഇവർക്ക് ഈ ഇസ്രായേൽ മക്കൾക്കെതിരെ യുദ്ധത്തിന് വരിക. അപ്പോൾ യുദ്ധത്തിന് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഈ പുള്ളി, അതായത് ഈ അരാം രാജാവ് എവിടെയൊക്കെ പതിയിരിപ്പുകാരെ ഇരുത്തുന്നുണ്ടോ അതെല്ലാം ആരറിയും? ഇസ്രായേൽ രാജാവ് അറിയുക. അപ്പോൾ പുള്ളിക്ക് ഡൗട്ട്, ഞാൻ എൻ്റെ വീടിൻ്റെ ശയനഗ്രഹത്തിൽ വെച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഈ പുള്ളി അറിയുന്നതെന്ന്. അപ്പോൾ അവിടെയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്തു, അല്ല രാജാവേ, ഇത് ഇവിടുന്ന് ആരും ഒറ്റി കൊടുക്കുന്നതല്ല, ഇത് ആർക്കാ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, യഹോവയാം ദൈവത്തിൻ്റെ പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ ഇതെല്ലാം വെളിപ്പെടും, പുള്ളിയാണ് ഇതൊക്കെ രാജാവിനും അവിടുത്തെ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജാവ് എന്താ വിചാരിച്ചതെന്നറിയാമോ? ഈ അരാം രാജാവ് എന്ത് വിചാരിച്ചു? അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചകനെ അങ്ങ് നശിപ്പിച്ചു കളയണം. അപ്പോൾ എന്താണ്, ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവിടെ അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പ്രവാചകനെ നശിപ്പിക്കുവാനായിട്ട് ആര് വന്നു? ഈ അരാം രാജാവ് സൈന്യവുമൊക്കെ ആയിട്ട് വരുമോ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴെന്താണ്, ഈ എലീശ പ്രവാചകന്റെ കൂട്ടത്തിലുള്ള ആരാ ആദ്യം ഇത് കണ്ടത്? ഇത് കണ്ടത് എലീശ പ്രവാചകന്റെ ശിഷ്യനാണ് കണ്ടത്. അപ്പോൾ പുള്ളി പാലിക്കാരനാണ് കണ്ടത്. എന്നിട്ട് പുള്ളി വന്നിട്ട് പേടിച്ച് വിറച്ച് എലീശായുടെ അടുത്ത് പറഞ്ഞു. എലീശായുടെ അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞു? അവിടെയാണ്ട സൈന്യം മുഴുവൻ നമ്മളെ വളഞ്ഞിരിക്കുകയാന്ന് പറഞ്ഞു, പട്ടണം മുഴുവൻ ഇവർ വളഞ്ഞിരിക്കുകയാന്ന് പറഞ്ഞു. അപ്പോൾ എലീശയ്ക്ക് ഇതൊക്കെ നേരത്തെ അറിയാം. അപ്പോൾ എലീശയ്ക്ക് മനസ്സിലായി എലീശയുടെ കൂട്ടത്തിൽ ആരാ ഉള്ളതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എലീശയ്ക്ക് അറിയാം. അപ്പോൾ എലീശ പറഞ്ഞു, നീ അവരെ ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം അവരിലുള്ളവരെ കഴിഞ്ഞും വലിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കാണത്തക്കവണ്ണം എന്താണ്, ആ പുള്ളിയുടെ, അതായത് ആ ബാല്യക്കാരൻ്റെ കണ്ണും കൂടി അങ്ങ് തുറക്കുവാൻ യഹോവയാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ എന്താണ്, അപ്പോൾ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. അപ്പോൾ ബാല്യക്കാരൻ കണ്ടു അല്ലേ, ഇവർ താമസിക്കുന്ന അവിടെ ചുറ്റും എന്താണ്, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ വലിയ സംരക്ഷണം ആർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു? ആ ഒരു ബാല്യക്കാരന് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഓർക്കുക, ഇവിടെ പലപ്പോഴും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാലും, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമേ എന്താണെന്നുള്ള പല ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ പല നിരാശകളും പ്രശ്നങ്ങളും ഭയങ്ങളും ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയുമോ? നമ്മളുടെ ആത്മക്കണ്ണ് തുറക്കാത്തതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവമേ, എൻ്റെ ആത്മക്കണ്ണൊന്ന് തുറക്കണമേ, അങ്ങ് എനിക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ കാണുവാനായിട്ട്. പലരും പറയും, ദൈവമേ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്. ഇന്ന് ദൈവം അനുഗ്രഹിച്ച് ഇന്ന് പല വീടുകളിലും പ്രായമായ അപ്പനും അമ്മമാരും തനിച്ച, മക്കളൊക്കെ വിദേശത്താ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കും ഭയം വരും, ഏത് നിമിഷം എന്തും സംഭവിക്കാമെന്നുള്ളൊരു ഭയത്തിൻ്റെ സിറ്റുവേഷനിലൂടെ ആരെങ്കിലുമൊക്കെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം, ദൈവമേ എൻ്റെ ആത്മക്കണ്ണൊന്ന് തുറക്കണമേ, എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുമില്ലെങ്കിലും, എൻ്റെ ചാർച്ചക്കാരെൻ്റെ ചുറ്റുമില്ലെങ്കിലും, എൻ്റെ ബന്ധുക്കൾ എൻ്റെ ചുറ്റുമില്ലെങ്കിലും എനിക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്ന ദൂതന്മാരുടെ കാവല് തിരിച്ചറിയുവാൻ കർത്താവേ എൻ്റെ അകക്കണ്ണൊന്ന് തുറക്കണമേ എന്നും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ. അതുമാത്രമല്ല, ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന നന്മകൾ, ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആ ഒരു ശക്തി തിരിച്ചറിയുവാൻ ദൈവമേ എൻ്റെ അകക്കണ്ണൊന്ന് തുറക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പലപ്പോഴും നമ്മളുടെ ആത്മീയ ജീവിതം ഇങ്ങനെ മടുത്തു പോകുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്നറിയാമോ? നമ്മളുടെ ആത്മക്കണ്ണ് തുറക്കാത്തതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ ആത്മക്കണ്ണൊന്ന് തുറന്ന് തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നമ്മളുടെ ജീവിതത്തിൻ്റെ ആത്മക്കണ്ണൊന്ന് തുറന്നു തരുവാനായിട്ട് ഇടയാകും. അപ്പോൾ എന്താണ്, ഭയമൊക്കെ നമ്മളെ വിട്ടുമാറും. ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ കരുതലുകളും നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? വെളിപ്പെട്ട് വരുവാനായിട്ടും അത് അനുഭവിക്കുവാനുമായിട്ടും ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പലപ്പോഴും വാഗ്ദത്തങ്ങളുടെ സമയങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ അകക്കണ്ണ് അടഞ്ഞിരിക്കുന്നത് കൊണ്ടാകട്ടോ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം എന്ത് ചെയ്യും? നമ്മളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആ ഒരു അകക്കണ്ണ് ദൈവം തുറന്നു തരുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ ഇതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഓക്കെ, ഇനി അതിനുശേഷം എന്താണ്? അതിനുശേഷം നമ്മൾക്കറിയാം 13-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ എലീശ പ്രവാചകൻ്റെ മരണമാണ്. എലീശ പ്രവാചകൻ മരിക്കുന്നു. അതിനുശേഷം എന്താണ്? അതിനുശേഷം അവിടെ എലീശ പ്രവാചകൻ്റെ അസ്ഥിയിൽ നിന്നൊരു മനുഷ്യൻ ജീവൻ പ്രാപിക്കുന്നത്, അസ്ഥിയിൽ തൊട്ടപ്പോൾ മരണപ്പെട്ടു പോയൊരു വ്യക്തിക്ക് ജീവൻ ഉണ്ടാകുന്നതൊക്കെ നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ഇരട്ടി അഭിഷേകം വീണ ഒരു മനുഷ്യനിലൂടെ ദൈവം ചെയ്തെടുത്ത അസാധാരണമായ ദൈവപ്രവർത്തികൾ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി അതുകൂടാതെ ഈ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു അല്ലേ, ഇസ്രായേൽ രാജാവായ യെഹോശാഫാത്തിനെ മാനിച്ചിട്ട് ദൈവം അവർക്ക് എന്താണ്, അവിടെ താഴ്വരയിൽ കുഴി കുഴിക്കുവാൻ പറയുകയും അവർക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. മറ്റുള്ളവരെ നോക്കിയിട്ടല്ല, യെഹോശാഫാത്തിനെ മാത്രം നോക്കിയിട്ട് ദൈവം അവിടെ അത്ഭുതം ചെയ്തു എന്ന് നമ്മൾ സംസാരിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ
ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളുടെ കുടുംബത്തിനകത്ത് ഒരാളാണെങ്കിലും ദൈവത്തിന് വേണ്ടി നേരോടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരുടെ ഒക്കെ സംരക്ഷണം അങ്ങ് ദൈവം ഏറ്റെടുക്കുമെന്നേ. കാരണം ഈ ഒറ്റ ഒരെണ്ണം നേരോടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് അറിയിക്കാതെ നമ്മളുടെ കുടുംബത്തിനകത്ത് ഓരോ അനർത്ഥങ്ങളും സംഭവിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളല്ലേ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് ദൈവം അത് എന്നോട് അറിയിക്കാറുണ്ട്. ഒന്നെങ്കിലും സ്വപ്നത്തിലൂടെ അറിയിക്കും, അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ അറിയിക്കും. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് എത്ര വിഷയങ്ങൾക്ക് നമ്മൾ വിടുതൽ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ. നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഓർക്കുക, ചുറ്റുമുള്ളവരെ നന്നാക്കാൻ നിൽക്കേണ്ടെന്നേ, നമ്മൾ നന്നാവാൻ നിൽക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ എന്ത് ചെയ്യണം? ദൈവത്തെ അങ്ങ് വിശ്വസിച്ചോ. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസത്തിലല്ലാത്തവർ അല്ലെങ്കിൽ ദൈവകൃപയിൽ അല്ലാത്തതിനെ പോലും ദൈവം എന്താണ് നമ്മളെ വിചാരിച്ച് അവരെ രക്ഷിക്കുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അതിനുശേഷം നമ്മൾക്കറിയാം 18-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു യഹൂദ രാജാവിനെ കാണുവാനായിട്ട് കഴിയും. അവിടെ ഈ ഹിസ്കിയാവ് എന്താണ്? ഹിസ്കിയാവിടെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അല്ലേ, യഹൂദയുടെ രാജാവ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഇദ്ദേഹം എന്താണ്, ഇവർ ഇസ്രായേൽ മക്കൾ പിന്തുടർന്ന് വന്ന, അതായത് മോശ ഒരു പിച്ചള സർപ്പത്തെയൊക്കെ ഉണ്ടാക്കിയല്ലേ, അതിനെയൊക്കെ ഇവരെന്താണ് ധൂപം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹിസ്കിയാവ് എന്താ ചെയ്തത്? അതിനെ വരെ തകർത്ത് കളഞ്ഞിട്ട് എല്ലാ വിഗ്രഹങ്ങളെയും തകർത്ത് ദൈവത്തിനെ പറ്റിച്ചേർന്ന് ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഹിസ്കിയാവ് രാജാവ്, യഹൂദയുടെ രാജാവ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഒരു ദിവസം ഈ പുള്ളിക്ക് എന്താണ് മരിക്കത്തക്കമുള്ള ഒരു രോഗം അങ്ങ് പിടിവിട്ടു. രോഗം പിടിവിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഏഷ്യ പ്രവാചകൻ വന്നിട്ട്, എലീഷ മരിച്ചു പോയല്ലോ, പിന്നത്തത് ഏഷ്യ പ്രവാചകനാണ്. ഏഷ്യ പ്രവാചകൻ വന്നിട്ട് എന്താണ് നമ്മുടെ ഹിസ്കിയാവിനോട് പറഞ്ഞു, നീ നിന്റെ കുടുംബകാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപാടെ പുള്ളി ഉടനെ പോയിട്ട് വീട്ടുകാര്യങ്ങൾ ക്രമത്തിലാക്കാനൊന്നും പോയില്ല. പുള്ളി എന്താ ചെയ്തത്? പുള്ളി ചുമരിനോട് മുഖം തിരിച്ച് അവിടെ നിന്ന് യഹോവയോട് കരഞ്ഞു, യഹോവയാം ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത്, ഞാൻ നിന്റെ പാതയിൽ നടന്നത് ഒക്കെ നീ ഓർക്കുന്നില്ല, എൻ്റെ ജീവനെ ഇപ്പോഴേ എടുക്കരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം പുള്ളിക്കറിയാം, പുള്ളിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളോട് ചെയ്ത് തീർക്കാനുണ്ട്. പുള്ളിയുടെ മരണത്തിൻ്റെ സമയമായില്ല എന്ന് ആര് തിരിച്ചറിഞ്ഞു? ഹിസ്കിയാവ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് യഹോവയാം ദൈവത്തോട് എന്ത് ചോദിച്ചു? ആയുസ്സിനെ ചോദിച്ചു. അപ്പോൾ ഈ പ്രവാചകൻ, അതായത് നമ്മുടെ ഏഷ്യ പ്രവാചകൻ പ്രവചനം പറഞ്ഞ മുറ്റത്തോട്ട് കടന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ യഹോവയാം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ നേരെ തിരിച്ചു ചെന്ന് പോയിട്ട് ഈ ദൂത് മാറ്റി പറയാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അവിടെ അനർത്ഥത്തിൻ്റെ ഒരു ദൂത് ആദ്യം വെളിപ്പെട്ടതല്ലേ, മരണത്തിൻ്റെ ദൂത് വെളിപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, ഇവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തോട് മുഖം തിരിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ആ ദൂതിനെ ദൈവം മാറ്റി. എന്ന് വെച്ചാൽ ചില അനർത്ഥങ്ങളുടെ ദൂതുകൾ നമ്മളോട് പറയുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്താണ് ദൈവത്തോട് അടുക്കുവാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തോട് നമ്മൾ നിരപ്പ് പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ചില അനർത്ഥത്തിൻ്റെ ദൂതുകൾ നമ്മൾക്ക് വെളിപ്പെട്ടു വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിയുമ്പോൾ, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്താണ് ആ അനർത്ഥത്തിൻ്റെ ദൂത് മാറ്റി അവിടെ ജീവൻ്റെ ദൂത് വെളിപ്പെടുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇനി അടുത്തത് അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മം എന്താണ്? ദൈവത്തിൻ്റെ പാതയിൽ ശക്തമായി നമ്മൾ നടക്കുകയാണ് എങ്കിൽ, ദൈവത്തിൻ്റെ പാത വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയാണെങ്കിൽ നമ്മളുടെ ആയുസ്സിനെ പോലും നീട്ടിത്തരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്നും ഇവിടെ ദൈവം നമ്മൾക്കൊരു വാഗ്ദത്തം തരികയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾക്കറിയാമല്ലേ, ഹിസ്കിയാവിനും ദൈവം 15 സംവത്സരം കൂടി ആയുസ് നീട്ടിക്കൊടുത്തു അല്ലേ. ഒരു അടയാളം ചോദിച്ചത് അടയാളം അല്ലേ, അവിടെ ആ സൂര്യഘടികാരത്തിൽ എന്താണ് നിഴൽ 10 പിടി പുറകോട്ട് നടക്കുന്ന ആ ഒരു വലിയ ഒരു അടയാളത്തോടുകൂടി പുള്ളിക്ക് അവിടെ ദൈവം എന്താണ് ഒരു 15 വർഷത്തെ ആയുസ്സും കൂടെ നീട്ടിക്കൊടുത്തതൊക്കെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾക്കറിയാം 25-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ബാബേൽ പ്രവാസത്തിലേക്ക് ആരും കൂടെ പോവുകയാണ്, യഹൂദ പോവുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പോയത്? അതിനുശേഷം ഹിസ്കിയാവിൻ്റെയൊക്കെ ശേഷം എന്താണ് പിന്നെയും വീണ്ടും എഴുന്നേറ്റും ഇരിക്കുന്ന രാജാക്കന്മാരാണ് വീണ്ടും എന്താണ് യഹൂദയിൽ ഭരണം നടത്തിയത്. അതിനു മുൻപ് ഇസ്രായേലിനെ ആര് കൊണ്ടുപോയി? അസീറിയ പിടിച്ചുകൊണ്ടുപോയി, അവരെ പിടിച്ചുകൊണ്ടുപോയി പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഇവിടെയും എന്താണ് അവിടെ യഹൂദയുടെ പ്രവാസം, ബാബേൽ പ്രവാസം അവിടെ ആരംഭിക്കുകയാണ്. 70 സംവത്സരം നീണ്ട വലിയൊരു പ്രവാസകാലം അവിടെ വെളിപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് വെളിപ്പെട്ട? ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കാതെ ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ അടിമത്തം വെളിപ്പെടുവാനായിട്ടിടയായി. ഓർക്കുക, നമ്മളുടെ ജീവിതത്തിലും ദൈവത്തെ വിട്ട് ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് സഞ്ചരിച്ചു കഴിയുമ്പോൾ അടിമത്തം വെളിപ്പെടും. ആരുടെ അടിമത്തം? പിശാചിൻ്റെ അടിമത്തം വെളിപ്പെടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞും നമ്മുടെ ദൈവത്തിൻ്റെ പാതയിലേക്ക്
മടങ്ങി വരുവാൻ, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ആഹ്വാനം തരികയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് നമ്മൾക്കറിയാമല്ലേ? ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തെ വിശ്വസിച്ച് നടന്നു കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് ചെയ്യുന്ന അത്ഭുതങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് നമ്മൾക്ക് ഇന്ന് ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ലോകത്തിൻ്റെ പുറകെ പോകേണ്ട, ദൈവത്തെ പിൻപറ്റുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നമ്മളുടെ ജീവിതത്തിൽ തന്ന് നമ്മളെ മാനിച്ചു ഉള്ളം കരത്തിൽ വഹിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ മുൻപിൽ ദൈവം ഇവനോട് കൂടെയുണ്ട് എന്ന് പറയത്തക്കവണ്ണമുള്ള അത്ഭുതങ്ങളെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനും ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തയ്യാറാകുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.